Hello guys, so today we're gonna make rice. Um, um, so I'm gonna say in Malayalam. I am Malayali and my name is Sarah. Today we are gonna cook rice. അപ്പോൾ നമ്മൾ ഇനി തുടങ്ങാൻ പോവാണ്. ആദ്യം നമുക്ക് കുറച്ചായിട്ട് തന്നെ കുറച്ച് റൈസ് കുറച്ച് ഇത് നമുക്ക് ഒരു കപ്പ് വേണം. ആ കപ്പ് കഴുകി എന്നിട്ട് തുടക്കണം. തുടച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് നമ്മൾ ആ അരിന്റെ പാട്ടേന്ന് നമ്മൾ കുറച്ച് ഞാൻ പറഞ്ഞ ആ കപ്പ് അത്രയും അരി എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് അരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരി എടുത്ത് ഒരു കുക്കറിലേക്ക് മാറ്റണം. കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ കപ്പിലുള്ള എല്ലാ ചോറും നമ്മൾ ഇങ്ങോട്ട് കുക്കറിലേക്ക് മാറ്റണം. നമ്മളെല്ലാ വിധവും കാര്യങ്ങൾ എല്ലാം റെഡിയാക്കാൻ പോകും. ഇനി നമ്മൾ ഈ അരി എല്ലാം എടുത്ത് സിങ്ക് തെറ്റിട്ട് നമുക്ക് കയ്യിൻ്റെ എത്തുന്ന അത്ര അരിയും കൂടെ നമ്മൾ പൊക്കിക്കുക. ഇനി നമ്മൾ കഴുകാനിടണം. അരിയിൽ മുങ്ങാൻ പാകത്തിലുള്ള വെള്ളം വെക്കണം. ഇനി നന്നായിട്ട് അരി കഴുകുക. ഓക്കെ, നന്നായി അരി കഴുകുന്ന നേരം നന്നായിട്ട് കൈ ഇട്ട് കഴുകും. ഇങ്ങനെ കഴുകി നന്നായിട്ട് ഒരച്ച് കഴുകിയിട്ട് നമ്മൾ അരിയൊന്നും വേസ്റ്റ് ചെയ്യാതെ നമ്മൾ എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ട് വെള്ളം കളയാൻ നമ്മൾ ഒഴിച്ച് വെച്ചത്. അരിയെല്ലാം കഴുകി ഒന്നുകൂടി കഴുകും. 3 പ്രാവശ്യം കഴുകിയാൽ അത് നീറ്റാവുമെന്നാണ് പറയുന്നത്. നന്നായി കഴുകി നല്ലതാക്കി മാറ്റണം. കുറെ ചേറുണ്ടാവും, കച്ചറയാണ്, കഴുകില്ലെങ്കിൽ അങ്ങനെ. അപ്പൊ നമ്മൾ നന്നായി കഴുകി രണ്ടാമത്തെ പ്രാവശ്യമാണ് കഴുകുന്നത്. ഇനി ഒന്നും കൂടി കഴുകണം. 3 പ്രാവശ്യം കഴുകിയാലാണ് വൃത്തിയാവുക. ഒന്നുകൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകും. നന്നായി കഴുകില്ലെങ്കിൽ കച്ചറയൊന്നും പോകില്ല. ഇനി നമ്മൾ ഈ വെള്ളം കളഞ്ഞിട്ട് കുറച്ച് വെള്ളം എടുക്കണം.
അരി മുങ്ങാൻ പാകത്തിലുള്ള വെള്ളം വേണം. ഇനി ടാപ്പ് ഓഫ് ആക്കുക. ഇനി ലോ സ്പീഡിലേക്ക് ഓഫ് ആക്കുക. ഇനി നമുക്ക് കുക്കറിന്റെ ഇത് വേണം, മൂടി. എന്നിട്ട് നമ്മൾ ഇതും കൂടെ എടുത്തിട്ട് നമ്മൾ ഇത് കുക്കറിലേക്ക് മാറ്റും. സ്റ്റൗ ഓൺ ആക്കിയിട്ട് മതി. അപ്പോൾ ഇനിയും വീഡിയോ വേണമെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.